ലോക റാങ്കിങ്ങിൻ്റെ അതായത് ലോക കോളേജ് റാങ്കിങ്ങിൻ്റെ എക്സ്ട്രീം വേർഷനാണ് കോട്ടയം നേഴ്സിംഗ് മെഡിക്കൽ കോളേജിൽ നടന്നത്. 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഒരു പയ്യനെ 5 പേർ ചേർന്ന്, അതായത് സീനിയറായ 5 പേർ ചേർന്ന്, സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക്. ഈ രാഹുൽ രാജ് എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഈ സ്റ്റുഡൻറ്റ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ, കേരള സ്റ്റുഡൻറ്റ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗം കൂടിയാണ്. ഇവന്മാർ 5 അവന്മാർ ചേർന്ന് ഒരു പയ്യനെ എന്തുപോയി കാണിച്ചു വെച്ചാൽ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ റാഗ് ചെയ്തിട്ടുണ്ട്, നമുക്കൊക്കെ റാഗിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റാഗിങ്ങിനൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ റാഗ് ചെയ്യുമ്പോൾ നമുക്ക് അത് പിന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നടന്നത് വെറും ക്രിമിനലുകളാണ് ഈ പയ്യനെ മാരകമായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ഇവന്മാർക്ക് സുഖിക്കാൻ, ഇവന്മാർക്ക് വെള്ളമടിക്കാൻ ആഴ്ചയിൽ 800 രൂപ വെച്ച് കൊടുക്കണം. എവിടുത്തെ ന്യായമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇവന്മാർക്ക് സുഖിക്കാനും വെള്ളമടിക്കാനും ഈ പാവപ്പെട്ട പിള്ളേർ, ഫസ്റ്റ് ഇയറിൽ വന്ന പിള്ളേർ ആഴ്ച 800 രൂപ കൊടുക്കണം. പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേരായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അത് കൊടുക്കാഞ്ഞിട്ട് അത് പിന്നെ 2000 രൂപയായി. അതിൽ നിന്നും തുടങ്ങിയ പ്രശ്നമാണ്. ഈ പറഞ്ഞ പയ്യനെ അവന്മാർ ഹോസ്റ്റലിനകത്തിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഞാനൊക്കെ ആ വീഡിയോ കണ്ടിരുന്നു. നമ്മുടെ ചാനലുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയുള്ള ഒരാൾക്കും ആ വീഡിയോ കാണാൻ പറ്റത്തില്ല. കാര്യം അതുപോലെ ആ പയ്യൻ്റെ ദേഹത്ത് മുറിവ് ഏൽപ്പിച്ചിരിക്കുക. ദേഹം മുഴുവൻ ഈ കോമ്പസ് കൊണ്ടൊക്കെ കുത്തി മുറിവ് ഏൽപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഈ ലോഷനൊക്കെ കൊരി ഒഴിക്കുക, അതുപോലുള്ള മാരകം. അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിലൊക്കെ അമ്മാതിരി രീതിയിലുള്ള മുറിവ് ഏൽപ്പിക്കുക. ഇതൊക്കെയായിരുന്നു ഇവന്മാർ ചെയ്തത്. ഈ 5 അവന്മാർ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പാവം പിടിച്ച കുട്ടികളായിരിക്കും. അറിയാമല്ലോ, ഈ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിലും അല്ലാതെ ഗവൺമെൻറ് കോളേജിലൊക്കെ വരുന്നത് അത്യാവശ്യം പഠിക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും. ഈ നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോയി വലിയ 10 ലക്ഷം രൂപയോളം മുടക്കി വലിയ വലിയ കോളേജുകൾ പഠിക്കുന്ന വലിയ ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായ വെറും പാവപ്പെട്ട പിള്ളേർ പഠിക്കുന്ന കോളേജാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ഇയറിൽ അതിക്രൂരമായ റാഗിങ് നടന്നത്. ഒന്നാലോചിച്ച് നോക്കുക. ഈ പറയുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും അല്ലെങ്കിൽ മറ്റു ആൾക്കാരാണെങ്കിലും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ റാഗിങ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് റാഗിങ് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവരെ കൊണ്ട് ചെറിയ രീതിയിലുള്ള കുസൃതികളൊക്കെ കാണിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരു വേഷം വരുമ്പം, അതായത് ഇപ്പം പുതുതലമുറയ്ക്ക് ഈ പറഞ്ഞ ഈ കള്ളും കഞ്ചാവും മദ്യവും ഒക്കെ അടിക്കാൻ വേണ്ടി കാശ് വേണം. വീട്ടുകാരുടെ കയ്യിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ പാവപിടിച്ച പിള്ളേരെ ഊറ്റുക, ഇവന്മാരൊക്കെ ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ച് ഹോസ്റ്റലിൽ കയറി തോന്നിവാസം കാണിക്കാം. അപ്പോൾ ഇതിനെതിരെ കുറച്ച് അധികം പ്രക്ഷോഭങ്ങളും ഇതുപോലെ പ്രകടനങ്ങളും ഒക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പം വരും ദിവസങ്ങളിൽ ഈ പയ്യന് നീതി കിട്ടണം. ഇവന്മാർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം. ഈ പറയുന്ന ഇവന്മാർ ഈ 4 കൊല്ലം കഴിഞ്ഞ് നേഴ്സായി കഴിഞ്ഞ് ഇവന്മാരുടെയൊക്കെ ഒരു ബാക്കിയുള്ള രോഗികളെ ശുശ്രൂഷിക്കേണ്ട ഈ 5 അവന്മാരാണ് ഇവന്മാർ 5 എണ്ണം. ഇവന്മാരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഇവന്മാർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ രോഗികളോട് ഇതുപോലുള്ള കാട്ടായം കാണിക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഇവന്മാർക്ക് ഒരിക്കലും ഈ പറയുന്ന നേഴ്സ് ആവരുത് ഇവന്മാർ ഒരിക്കലും. അതുപോലെ തന്നെ ഇവന്മാരെ ഇനി ക്യാമ്പസിൽ, കേരളത്തിൽ നല്ല ലോകത്ത് ഒരിടത്തും പഠിപ്പിക്കരുത്. ആ രീതിയിൽ ഇവന്മാർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. അപ്പം തക്കതായ ശിക്ഷ കിട്ടട്ടെ, ആ പയ്യന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിന് മുമ്പിലാണ്. ഈ ഇവന്മാർക്ക് ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നു.